اللهم صل على محمد يا رب صل عليه وسلم صل على السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ മഹത്തായ നിസ്കാരമാണ് ഇവിടെ നാം നിസ്കരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, 40 ഖറാഅത്തുകൾ തറാവീഹ് നിസ്കാരം കഴിയുമ്പോഴേക്ക് പല ആളുകൾക്കും വന്നുപെടുന്നുണ്ട്. അത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നടത്താം. പ്രിയപ്പെട്ടവരെ, തറാവീഹ് നിസ്കരിക്കുമ്പോൾ നാം സാധാരണഗതിയിൽ ഫർളായ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നത് ഏതുപോലെയാണോ അതേപോലെ തന്നെയാണ് തറാവീഹ് നിസ്കാരവും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ ഫർള് നിസ്കരിക്കുമ്പോൾ ഇശാ നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യത്തെ റക്അത്തിൽ നാം എന്ത് ചെയ്യും? നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞ് കൈ കെട്ടി കഴിഞ്ഞാൽ ആ ആദ്യത്തെ പരിപാടി എന്താ? ദുആഉൽ ഇഫ്തിതാഹ് എന്ന് പറയും, പ്രാരംഭ പ്രാർത്ഥന. അതായത് വജ്ജഹത്തു. ഈ വജ്ജഹത്തു ഓതി കഴിഞ്ഞതിന് ശേഷമാണ് നാം എന്ത് ചെയ്യാം? ഫാത്തിഹ ഓതുക. അതിനു മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുകൂടി പറയും. അപ്പൊ വജ്ജഹത്തും കഴിഞ്ഞ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഫാത്തിഹയിലേക്ക് ആദ്യത്തെ റക്അത്തിൽ നാം പ്രവേശിക്കുക. ഇതേപോലെ തന്നെയാണ് തറാവീഹ് നിസ്കാരത്തിൽ വേണ്ടത്. എന്ന് പറഞ്ഞാൽ 10 വജ്ജഹത്തും ഉണ്ടാവും, 10 അഊദും ഉണ്ടാവും. പലപ്പോഴും നാം എന്ത് ചെയ്യും? കൈകെട്ട ഉടനെ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കും. ഔദ് ചിലപ്പോ ഔദ് ഓതിയെന്ന് വരും, വജ്ജഹത്തും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നിയ്യത്ത് ചെയ്ത് കെട്ടി കഴിഞ്ഞാൽ വജ്ജഹത്ത് മുഴുവനായിട്ട് ഓതി തീർക്കണ്ട. അതിന് പകരം എന്ത് ചെയ്യാം? വളരെ ചുരുക്കം പ്രാരംഭ പ്രാർത്ഥന എന്നാണല്ലോ. അപ്പൊ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ചുരുങ്ങിയ പക്ഷം അങ്ങനെയെങ്കിലും പറഞ്ഞുകൊണ്ട് അസ്ല സുന്നത്ത് കരസ്ഥമാക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. അപ്പൊ വജ്ജഹത്ത് ഓതാൻ കഴിയാത്തവർ അത് മുഴുവൻ ഓതിക്കഴിഞ്ഞ് പിന്നെ ഫാത്തിഹ അതിന്റെ സ്ഥാനത്തേക്ക് ഓതി തീർക്കണം ഒന്നാമത്തെ റക്അത്തിൽ. അപ്പൊ അതിന് കഴിയുകയില്ലെങ്കിൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്നെങ്കിലും എന്ത് ചെയ്യണം? പ്രാരംഭ പ്രാർത്ഥന നടത്തണം. അപ്പം നമ്മള് ഒന്നാമത്തെ റക്അത്തിലേക്ക് പ്രവേശിക്കുന്നു. തറാവീഹ് എന്ന സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീർ കെട്ടിയ ഉടനെ വജ്ജഹത്ത് ഓതുന്നു. അല്ലെങ്കിൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്ന് ചൊല്ലി രണ്ടാമത് നാം ചെയ്യേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇതാണ് ആദ്യത്തെ റക്അത്തുകളിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സുന്നത്തുകൾ. അത് മുഅക്കദായ സുന്നത്തായതുകൊണ്ട് തന്നെ വഖുലിഹ തർക്കുഹു എന്ന് ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. അത് ഒഴിവാക്കൽ കറാഹത്താണ്. അപ്പോ 10 വജ്ജഹത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തായി? 10 കറാഹത്തായി. തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു കഴിയുമ്പോഴേക്ക് നാം അറിയാതെ 10 കറാഹത്തുകൾ നമ്മുടെ നിസ്കാരത്തിനിടയിൽ വരും. ആദ്യത്തെ റക്അത്തിൽ ചിലപ്പോൾ എല്ലാവരും വജ്ജഹത്ത് പോകും. പിന്നീടുള്ള റക്അത്തുകളിലൊന്നും വജ്ജഹത്ത് ഓതാൻ പല ആളുകളും ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, അങ്ങനെയാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. പിന്നെ രണ്ടാമത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ആദ്യത്തെ റക്അത്തിൽ. ഇവിടെയും 10 ഔദു ഓതിയില്ലെങ്കിൽ 10 കറാഹത്തുകൾ വരും. അപ്പം തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു കഴിയുമ്പോഴേക്ക് അവൻ അറിയാതെ 20 കറാഹത്തുകൾ അവന് പോകും. അതേപോലെ തന്നെയാണ് സലാം വിളിക്കുമ്പോൾ നാം ഇരിക്കേണ്ട ഇരുത്തമാണ് ഏത്? തവറുക്കിന്റെ ഇരുത്തം. 2 ഇരുത്തമാണ് നിസ്കാരത്തിലുള്ളത്, ഇഫ്തിറാഷിന്റെ ഇരുത്തവും തവറുക്കിന്റെ ഇരുത്തവും. ഇഫ്തിറാഷിന്റെ ഇരുത്തം നമ്മള് 4 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 2 റക്അത്തിൽ നമ്മൾ ഇരിക്കും. രണ്ടാമത്തെ റക്അത്തിൽ ഇരുന്ന് തഹിയ്യാത്ത് ഓതും. ആ റക്അത്തിൽ ഇരിക്കുന്ന ഇരുത്തമാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം. അവസാനത്തെ റക്അത്തിൽ സലാം വീട്ടുമ്പോഴുള്ള റക്അത്ത് അത് ഏതാണോ
സുന്നത്ത് നിസ്കാരമായാലും ശരി, ഫർദ് നിസ്കാരമായാലും ശരി, സലാം വീട്ടുന്ന അവസാനത്തെ റക്അത്തിലാണോ എങ്കിൽ അവൻ തബറുക്കിൽ ഇരുത്തമാണ് ഇരിക്കണം. പക്ഷെ അധികം ആളുകളും എന്തെയും ചാൻസിന് വേണ്ടിയിട്ട് ഇഫ്തിറാസിലെത്തിയിരുന്നു. വേദനാൻ കൂട്ടി വേണിക്കാരം. അപ്പൊ എന്ത് ചെയ്യും? പല ആളുകളും തബറുക്കിൽ പോയി കൊടുക്കും. എന്നിട്ട് ഇഫ്തിറാസിന്റെ എത്തിയിരുന്നു. ഇവിടെയും 10 തബറുക്കിൽ ഇരുത്തം വരും. അപ്പൊ എത്ര കഥാത്തായി? തബറുക്കിന്റെ ഇരുത്തം ഒഴിവാക്കുമ്പോഴേക്ക് 10 കഥാത്തുകൾ വന്നു. അപ്പൊ പഞ്ചായത്ത് ഒഴിവാക്കിയാൽ 10, ഔദ്യോഗിക ഒഴിവാക്കിയാൽ 10, തബറുക്കിന്റെ ഇരുത്തം ഒഴിവാക്കിയാൽ വീണ്ടും 10. കുരിഹ തർക്കുറു ഒഴിവാക്കൽ കറാഹത്താണ് തൊഴിൽമേനടക്കമുള്ള ഇതിലെങ്കിലും കാണാം. അതുപോലെ തന്നെയാണ് അവസാനത്തെ അത്തഹിയ്യാത്ത്. നമ്മൾ അത്തഹിയ്യാത്ത് ചെല്ലും, എന്നിട്ട് എന്ത് ചെയ്യും? അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അസ്സലാമു അലൈക്കും. ഇങ്ങനെയാണ് പൊതുവെ നമ്മൾ ഫർദല്ലാത്ത നിസ്കാരങ്ങളിലൊക്കെ ചെയ്യാറുള്ള പതിവ്. അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ ആദ്യത്തെ അത്തഹിയ്യാത്ത് ചൊല്ലിയാൽ മതി എന്നാണ് പലരുടെയും ധാരണ. ആ ധാരണ തെറ്റാണ്. സലാം വീട്ടുന്ന ഇരുത്തത്തിൽ നമ്മൾ സാധാരണഗതിയിൽ 4 റക്അത്തോ മറ്റോ നിസ്കരിക്കുന്ന ഫർദ് നിസ്കരിക്കുമ്പോൾ അവസാനത്തെ റക്അത്തിൽ എങ്ങനെയാണോ തഹിയ്യാത്ത് ഓതുന്നത് വരെ, അതുപോലെ തന്നെയാണ് സുന്നത്ത് നിസ്കാരങ്ങളിലും സലാം വീട്ടുമ്പോൾ നാം ചെയ്യേണ്ടത്. എന്നാൽ പല ആളുകൾ ചെയ്യും അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അവിടെ സലാം വീട്ടും. അല്ലെങ്കിൽ ഇന്നക ഹമീദും മജീദും ഏതെങ്കിലും ഓതിയിട്ട് എന്ത് ചെയ്യും? സലാം വീട്ടും. അപ്പൊ അവിടെ എന്തായി? വീണ്ടും 10 ഖറാഅത്തുകൾ വന്നു. അപ്പൊ ആ 10 ഖറാഅത്തുകൾ ഒഴിവാക്കാൻ വേണ്ടി അല്ലാഹു ഗ്ഫിർലി മാ ഖദ്ദംതു മാ അഖർതു എന്ന ഒന്നതിന് പകരം അതിന്റെ അവസാന ഭാഗം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ആ ഭാഗം ഒഴിവാക്കലാണ് ഖറാഅത്ത്. അത് ചില ആളുകൾക്ക് നിർബന്ധമാക്കപ്പെട്ട ദുആയാണ്. ആയതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കൽ കറാഹത്താണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തറാവീഹ് നിസ്കാരം കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യരുത്? ഈ 40 കറാഹത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ട നിയ്യത്ത്. ഇമാം കൂടുന്ന ചെയ്യും നിയ്യത്ത് നവീതു സോമഗതി അന്നതായി ഫർദറമദാൻ വള്ളി ഉള്ളി തട്ടാതെ സൂപ്പറായിട്ട് ചെല്ലും. മനസ്സിലുണ്ടോ? ചില ആൾക്കാർക്കൊന്നും മനസ്സിലുണ്ടാവില്ല. മനസ്സിലെങ്കിലും നിയത്താവോ? നിയത്താവില്ല. അപ്പൊ ഈ നവയിത്തു ചെല്ലുന്നതോട് കൂടി തന്നെ മനസ്സിലെന്ത് ചെയ്യണം? എഴുതും കൂടി വേണം. അപ്പോഴെന്താവുള്ളൂ? നിയത്താവുള്ളൂ. അപ്പൊ പല ആളുകളും അത് ശ്രദ്ധിക്കാറില്ല. അപ്പൊ നിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കരുതുക. അപ്പൊ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട സംഭവമാണ്. നാവുകൊണ്ട് പറയുന്ന സുന്നത്തേ ഉള്ളൂ. അത് ഇവിടെ നിന്ന് കൃത്യമായി ചെലുത്തരും, അതുപോലെ നിങ്ങൾ തരും എന്നതിന് പുറമെ അത് മനസ്സിലും ചെയ്യണം. ആ നിയ്യത്ത് കരുതണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കുന്ന കൂട്ടത്തിൽ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വല്ലു അലാ നബിയിൽ മുസ്തഫ മുഹമ്മദി വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദി വബാരിക് വസല്ലം അലൈഹി വസല്ലി